അതായത് കേരയിൽ വരുമായിരുന്നുവെങ്കിൽ കേരളം ഐടിയുടെ കേന്ദ്രമായി മാറുമായിരുന്നു. വലിയ ബൂസ്റ്റാണ്. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ തകരുമായിരുന്നു 2050 ആകുമ്പോഴേക്കും. ഇത് മുൻകൂട്ടി കണ്ട ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനി ഉടമകൾ KC വേണുഗോപാലിനെ ബന്ധപ്പെട്ടു. KC വേണുഗോപാൽ VD സതീശനെ ബന്ധപ്പെട്ടു. ഇപ്പോഴല്ല, ഞാൻ MLA ഇരിക്കുമ്പോൾ. എന്നിട്ട് പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 2021. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ ഒരു 150 കോടി രൂപ മത്സ്യം കയറ്റി വരുന്ന ഒരു മത്സ്യം ഫ്രീസ് ചെയ്ത് വരുന്ന വലിയ ട്രക്കിൽ കടത്തിവിട്ടു. അത് ചാവക്കാടെത്തി. ചാവക്കാട് നിന്ന് ഞാൻ 2 ആംബുലൻസിൽ അത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഒറ്റയാൾക്ക് പൈസ കൊടുക്കാതെ ഞാൻ തിരിച്ചത് ബാംഗ്ലൂരിലേക്ക് വിട്ടു. എങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. അപ്പൊ മാത്രമല്ല ആ സീക്വൻസിൽ തിരിച്ചു പോയ വണ്ടിയുടെ പേരും പറഞ്ഞില്ല. തിരിച്ചെങ്ങനെ കൊണ്ടുപോയെന്ന് കൂടി പറയണ്ടേ? ഈ പിണറായി വിജയൻ പറയിപ്പിച്ചാണ്. ഞാൻ അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് വെച്ച് എനിക്ക് ഈ പറഞ്ഞവനെ കുറിച്ച് ഒന്നും പറയാനില്ല, നിങ്ങളെ കുറിച്ചാണ് എനിക്ക് സഹതാപം. ഞാൻ ചിരിക്കണോ അല്ല നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ അവിടെ ഇരുന്നുകൊണ്ടല്ലേ ഇതൊക്കെ പറയിപ്പിക്കുന്നത്? എന്ത് തോന്നിയാസം പറയിപ്പിക്കണം? എന്നിട്ട് വേറൊരുത്തരെ കൊണ്ട് കോടതി കൊണ്ട് വിജിലൻസിൽ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. വിജിലൻസ് എനിക്കൊരു നോട്ടീസ് പോലും അയച്ചില്ലല്ലോ. എടുത്ത് തള്ളി നല്ല കൃത്യമായിട്ടുള്ള കമന്റും പറഞ്ഞല്ലോ. എന്തു പറയാന്ന് പറഞ്ഞത്? 2050 ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെ IT കമ്പനി തകരും. അപ്പൊ അത് അവർ മുൻകൂട്ടി കണ്ടിട്ട് കേരളയിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ എന്തും പറയും. മനസ്സിലായില്ലേ?